ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഈ ഒരു റിവിഷൻ പ്രോസസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2 ചാപ്റ്ററുകളാണ്. ഒന്ന് ലോസ് ഓഫ് മോഷനും 2 വർക്ക് എനർജി പവറും. സോ നമുക്ക് ആദ്യം തന്നെ അതിലെ ആ ഒരു വെയിറ്റേജ് ഒന്ന് നോക്കാം. കഴിഞ്ഞ 5 കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം. സോ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം 2 ക്വസ്റ്റ്യനും ബാക്കി എല്ലാ കൊല്ലവും ഓരോ ക്വസ്റ്റ്യൻ വീതവുമാണ് ചോദിച്ചിട്ടുള്ളത്. വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2024 അതോടൊപ്പം 2021 2 ക്വസ്റ്റ്യൻ വീതവും ബാക്കിയുള്ള വർഷങ്ങളിൽ ഓരോ ക്വസ്റ്റ്യൻ വീതവുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നേരെ തന്നെ ഈ ചാപ്റ്ററിലുള്ള മെയിൻ കണ്ടൻസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് തന്നെ ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ നമുക്കറിയാം ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അരിസ്റ്റോട്ടിൽ ഫാലസി, ഗലീലിയോ ലോ ഓഫ് ഇനേർഷ്യ, അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് അല്ലേ. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം, എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്ത ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺ ഫസ്റ്റ് ലോയാണ്. അതിന് ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കൊടുത്തതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. സോ ആ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം d/dt ഓഫ് m × v എന്ന് നമുക്ക് എഴുതാം. സോ അതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, ഫസ്റ്റ് ടേം ഇൻറ്റു d/dt ഓഫ് സെക്കൻഡ് ടേം പ്ലസ് v × dm/dt എന്ന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. സോ ഇതിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ പറയാം. മാസ് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ, മാസ് കോൺസ്റ്റൻ്റ് ആകുന്ന കണ്ടീഷനിൽ dm/dt നമുക്ക് 0 വരും. സോ ആ ഒരു കേസിൽ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് m × dv/dt നമുക്ക് a എന്നും എഴുതാം. സോ f ഇസ് ഈക്വൽ ടു m എന്ന് പറയാൻ പറ്റും. അതേസമയം കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഉള്ള കേസിൽ, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വരുമ്പോൾ എന്താ സംഭവിക്കുക, dv/dt 0 വരും. വിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ dv/dtയുടെ വാല്യൂ 0 വരുന്നു. dv/dt 0 വന്നാൽ മിച്ചമുള്ള ടേം എന്ന് പറയുന്നത് v × dm/dt ആണ്. സോ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ കേസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അവിടെ വേരിയബിൾ മാസ് ആണുള്ളത്. മാസ് ബേൺ ചെയ്ത്, ഫ്യുവൽ ബേൺ ചെയ്ത് താഴേക്ക് വരുന്നു, ആക്ഷൻ ഉണ്ട്, തിരിച്ചൊരു റിയാക്ഷൻ ഫോഴ്സ് ഒക്കെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇപ്പോൾ നമ്മൾ 2 കണ്ടീഷൻ ഈ റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ കേസിൽ എടുക്കുകയാണ്. നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മളോട് പറയുവാണ് ആ റോക്കറ്റ് അവിടെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, അപ്വേർഡ് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് m × a എന്ന് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. ആ നെറ്റ് ഫോഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ നോക്കൂ, മുകളിലേക്കുള്ള ആ റിയാക്ഷൻ ഫോഴ്സിനെ v × dm/dt എന്ന് എഴുതാം. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എഴുതിയാൽ v റിലേറ്റീവ് വെലോസിറ്റി മീൻസ് velocity of that ejected mass with respect to rocket ആണ് v relative എന്ന് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. v relative × dm/dt മുകളിലേക്കുള്ള റിയാക്ഷൻ ഫോഴ്സ് മൈനസ് അവിടുത്തെ വെയിറ്റ് mg, അതാണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ്, ഇസ് ഈക്വൽ ടു m × അപ്വേർഡ് ആക്സിലറേഷൻ a ആണെന്നിരിക്കട്ടെ. സോ ആ ഒരു റോക്കറ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെയുള്ള നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ m × a എന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും. സോ ഇനി നിങ്ങളോട് പറയുക, ഈ റോക്കറ്റ് മൂവ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു നമുക്ക് എന്നാന്ന് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. സോ അപ്പോൾ ഈ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ v റിലേറ്റീവ് × dm/dt ഇസ് ഈക്വൽ ടു നമുക്ക് എന്നാന്ന് പറയാൻ പറ്റും, m × g എന്ന് പറയാനായിട്ട് പറ്റും. ആ 2 കാര്യവും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുടെ ആപ്ലിക്കേഷനായിട്ട് ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പറയുന്ന ടേം ഇമ്പൾസ് എന്താണ് ഇമ്പൾസ്? എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത് അല്ലേ. ആ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനോട് ഈക്വൽ ആണ്. സോ അടുത്ത നമ്മൾ പറയുന്ന ടേം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ്. ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്ന് പറയണമെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്താവണം, 0 ആവണം. സോ എഫ് ഇസ് ഈക്വൽ ടു d/dt ഓഫ് p ആണ്. p കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ f എന്ത് വരണം, 0 വരണം എന്നുള്ള കണ്ടീഷൻ ഓർത്തിരിക്കുക.
ഇനി നമ്മൾ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് കാര്യങ്ങൾ പറയുവാണ്. നമുക്കിപ്പോൾ ഒരു മൊമെൻറ്റം ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, മൊമെൻറ്റം ടൈം ഗ്രാഫ്. സോ അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മൊമെൻറ്റം ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് കിട്ടുക അവിടെയുള്ള ആ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും കിട്ടുക. അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് ഫോഴ്സ് ടൈം ഗ്രാഫാണ് എങ്കിൽ, ഫോഴ്സ് ടൈം ഗ്രാഫാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ അവിടെയുള്ള ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഇമ്പൾസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രാഫിക്കൽ ആയിട്ടുള്ള ആ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. ന്യൂട്ടൻ്റെ തേർഡ് ലോ നമുക്കറിയാം, ആക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ചെന്തുണ്ട്? റിയാക്ഷൻ ഉണ്ട്. ആക്ഷനും റിയാക്ഷനും ബാലൻസ് ചെയ്ത് പോകത്തില്ല, അവർ ആക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ബോഡീസിലാണെന്നും കൂടി ഓർത്തിരിക്കുക. നമ്മൾ നടക്കുന്ന കേസിൽ ആക്ഷൻ ഗ്രൗണ്ടിലേക്കാണെങ്കിൽ റിയാക്ഷൻ നമ്മുടെ കാലിലേക്കാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സാണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലുള്ള കുറച്ച് നോർമൽ ഫോഴ്സസ് കാര്യങ്ങളൊക്കെയാണ്. അതിലാദ്യം നമ്മൾ പറയുന്നത് നോർമൽ റിയാക്ഷനാണ്. ഈ നോർമൽ റിയാക്ഷൻ പറയുന്നതിൻ്റെ ഒപ്പം നമുക്കറിയാം ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് ഉണ്ട് അല്ലേ? കോണ്ടാക്റ്റ് ഫോഴ്സിൻ്റെ രണ്ട് കമ്പോണൻറ്റിൽ ഒരാളാണ് ഈ നോർമൽ ഫോഴ്സ്. അതിൽ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഈ കോണ്ടാക്റ്റ് ഫോഴ്സിനെ നമുക്ക് ആ ഒരു കോണ്ടാക്റ്റ് ഫോഴ്സ് നമ്മൾ പറയുമ്പോൾ ആ സർഫസിന് പാരലലായിട്ട് വരുന്ന കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സും ആ സർഫസിന് പെർപെൻഡിക്കുലാർ ആയിട്ട് വരുന്ന കമ്പോണൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഫോഴ്സിനെ നോർമൽ റിയാക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. സോ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് നമുക്ക് N=mg എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഈ സെയിം കേസ് തന്നെ നിങ്ങളോട് പറയുക, ഈ ബ്ലോക്ക് ഇരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്, തീറ്റ ആംഗിളിലുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനാണ്. ബ്ലോക്കിൻ്റെ മാസ് m ആണ് എങ്കിൽ വെയിറ്റ് mg ആണ്. നമുക്കതിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇതിനെ mg കോസ് തീറ്റ എന്നും ഇതിനെ mg സൈൻ തീറ്റ എന്നും വിളിക്കാം അല്ലേ? സോ ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഇവിടെ റെസ്റ്റിലാണ് എങ്കിൽ ഇതാണ് നമ്മുടെ സർഫസ്. ആ സർഫസിന് പെർപെൻഡിക്കുലാർ ആയിട്ട് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എന്നിൻ്റെ വാല്യൂ ഈ ഒരു കേസിൽ N=mg കോസ് തീറ്റ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ നോർമൽ റിയാക്ഷൻ്റെ ഫോഴ്സ് N=mg കോസ് തീറ്റ. അപ്പോൾ എപ്പോഴും N=mg അല്ല, ഇൻക്ലൈൻഡ് പ്ലെയിൻ വരുന്ന ആ ഒരു കണ്ടീഷനിൽ N=mg കോസ് തീറ്റ. എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലാർ ആയിട്ടായിരിക്കും ആ ഒരു നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഈ N കാൽക്കുലേറ്റ് ചെയ്യുന്ന അപ്പാരൻറ്റ് വെയിറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ കുറച്ച് പ്രോബ്ലങ്ങൾ ലിഫ്റ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്ന് പറയുകയാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നെറ്റ് ഫോഴ്സ് m എന്ന് കൊടുക്കും, എന്നിട്ട് Nൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു വെയിറ്റൊക്കെ മെഷർ ചെയ്യാൻ ഒരു വെയിനിങ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ അത് കാണിക്കുന്ന റീഡിങ് ഏതാണ്? നോർമൽ റിയാക്ഷനാണ്. സോ ഇവിടെയും നമ്മൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഈ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ലിഫ്റ്റ് യൂണിഫോംലി ആണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിഫോംലി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ഇവിടെ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലിഫ്റ്റ് ഇവിടെ റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നെറ്റ് ഫോഴ്സ് ഇല്ല. ദാറ്റ് മീൻസ് N=mg നമുക്ക് എന്നാന്ന് കൊടുക്കാം 0 എന്നും N= അവിടെ mg എന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും. അടുത്ത രണ്ടാമത്തെ കേസ് നമ്മൾ പറയുകയാണ്, ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത് അപ്വേർഡ്സ് ആണ് എങ്കിൽ ഇവിടെ ഒരു വെയിനിങ് മെഷീൻ ഉണ്ടെങ്കിൽ ആ വെയിനിങ് മെഷീൻ കാണിക്കുന്ന റീഡിങ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ മുകളിലേക്കുള്ള ഫോഴ്സ് N ആണ് ഇവിടെ കൂടുതൽ. സോ നമുക്ക് N-mg അതാണ് നെറ്റ് ഫോഴ്സ് m×a എന്ന് കൊടുക്കാം. സോ ആ ഒരു റിലേഷനിൽ നിന്ന് N= നമുക്ക് m×g+a എന്ന് എഴുതാനായിട്ട് പറ്റും. അതായിരിക്കും ഇവിടുത്തെ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത കേസിൽ നമുക്ക് ലിഫ്റ്റ് താഴേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. സോ താഴേക്കുള്ള വെയിറ്റിൻ്റെ കമ്പോണൻ്റ് ആയിരിക്കും കൂടുതൽ. സോ നെറ്റ് ഫോഴ്സ് നമ്മൾ എഴുതുമ്പോൾ mg-n=m×a എന്നും N=m×g-a എന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ആ കണ്ടീഷൻസ് ഒക്കെ ഇത്രയും ഓർത്താൽ മതി. നെറ്റ് ഫോഴ്സ് m. ഓക്കെ, അത് മാത്രം ആലോചിക്കുക. എങ്ങോട്ടാണോ ആക്സിലറേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആയിരിക്കും അവിടെ കൂടുതൽ വരിക എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ബ്ലോക്സ് കോണ്ടാക്റ്റിലിരിക്കുന്ന കണ്ടീഷനാണ്.
സോ ആദ്യം തന്നെ ഇവിടെ ഇപ്പോൾ 2 ബ്ലോക്കാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. ആ 2 ബ്ലോക്കിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് m1 + m2 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എടുക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എ ആണെങ്കിൽ m1ൻ്റെയും m2ൻ്റെയും ആക്സിലറേഷൻ എ തന്നെയായിട്ടാണ് നമ്മൾ എടുക്കുക. സോ ഇവിടുത്തെ ആദ്യം തന്നെ എഫ്, ഇവിടെ ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് നമുക്ക് എന്നാന്ന് കൊടുക്കാം, m1 + m2 × a എന്ന് കൊടുക്കാം. സോ അതിൽ നിന്ന് ആക്സിലറേഷൻ എ = F/m1 + m2 എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഇനി നിങ്ങളോട് ചോദിക്കുക, ഇതിൻ്റെ ഇടയിൽ ഈ 2 ബ്ലോക്കിനിടയിലുള്ള നോർമൽ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ എഴുതി ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ കോണ്ടാക്റ്റ്, ഇതൊരു സർഫസാണ്, സർഫസ് ഓഫ് കോണ്ടാക്റ്റ് ആണ്. ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് നോർമൽ റിയാക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതും n ആണ്, ഈ ബാക്കിലേക്കും n ആണ്, രണ്ടും n ഉണ്ട് അല്ലേ. 2 രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ എഴുതാം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള നോർമൽ റിയാക്ഷൻ എടുക്കുന്നു. ഫോഴ്സ് ഇങ്ങോട്ടാണ്, സോ അതേ ഡയറക്ഷനിലുള്ള നോർമൽ റിയാക്ഷൻ n ഞാൻ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ എടുക്കുന്നു. ആ ഡയറക്ഷനിലുള്ള ആ എന്നിൻ്റെ ആ ഡയറക്ഷനിലുള്ള n എടുക്കുമ്പോൾ അതിൻ്റെ മുന്നിലേക്കുള്ള മാസ് ഏതാണെന്ന് നോക്കിക്കേ. ഏത് മാസമാണുള്ളത്? m2 മാത്രമാണുള്ളത്. സോ നോർമൽ റിയാക്ഷൻ n = m2 × a എന്ന് നമുക്ക് എഴുതാം. എയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ എന്താണ്? F/m1 + m2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഈ ഒരു 3 ബ്ലോക്കുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കേസ് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. ആദ്യം തന്നെ ആക്സിലറേഷൻ F/m1 + m2 + m3. ഇവിടെ നമുക്ക് n1 ഉണ്ട്, n2 ഉണ്ട്. ആദ്യം തന്നെ n2 പറയാം. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ n2 നോക്കുന്നു, n2. അതിൻ്റെ മുന്നിലേക്കുള്ള മാസ് ഏതാണ്? m3. സോ നമുക്ക് n2 = എന്നാന്ന് പറയാം? m3 × a എന്ന് പറയാം. n2 നമ്മൾ പറഞ്ഞു. n1 = n1 ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ n1 നോക്കുമ്പോൾ അതിൻ്റെ മുന്നിലേക്ക് 2 മാസുകളാണ് ഉള്ളത്, m2ഉം m3യും. സോ ആ 2 പേരെയും അത് തള്ളണം അല്ലേ. ദാറ്റ് മീൻസ് അവിടെയുള്ള n1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് m1 + m2 × a ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ആ ഇക്വേഷൻസ് ഒന്നും കൂടി നോക്കാം. എയുടെ വാല്യൂ നമ്മൾ എഴുതി, n2 m3 × n2 = എന്നാണ്? മുന്നിലേക്കുള്ള മാസ് m3 ആണ്, m3 × a. എയുടെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് എന്താണ്? n1 മുന്നിലേക്കുള്ള 2 മാസ് ഉണ്ട്, m1 m2 ഉണ്ട്, m3 ഉണ്ട്. സോ n1 = m2 + m3 × a എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമുക്ക് നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മുന്നിലേക്കുള്ള മാസ് × ആക്സിലറേഷൻ. സെയിം തന്നെ നമ്മൾ സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്ലോക്ക്സ്, സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണേ. സോ ഈ ഒരു കേസിൽ നമുക്കറിയാമല്ലേ, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലുള്ള ഫോഴ്സാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ 2 ബ്ലോക്ക് m1 m2 കണക്റ്റഡ് ബൈ എ സ്ട്രിങ് ആണ്. സെയിം സ്ട്രിങ് ആണ്, ഒറ്റ സ്ട്രിങ്ങേ ഉള്ളൂ, സെയിം ടെൻഷനാണ്. T എന്ന് നമ്മൾ ആ ടെൻഷനെ എടുക്കുന്നു. ഫോഴ്സ് കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫോഴ്സ് കാണിച്ചിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ആദ്യം തന്നെ എയുടെ വാല്യൂ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എ എന്തായിരിക്കും? F/m1 + m2. ഇനി നമ്മൾ ചെയ്യുന്നത് ടെൻഷൻ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ ആ ടെൻഷൻ്റെ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ടെൻഷൻ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, പക്ഷേ ഇത് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും, സമയമെടുക്കും. അതുകൊണ്ട് ഫോഴ്സിൻ്റെ അതേ ഈ ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലുള്ള ടെൻഷൻ നമ്മൾ എടുക്കുന്നു. സോ നിങ്ങൾ നോക്കിക്കേ, ആ T എന്നാ ചെയ്യുന്നത്? അതിൻ്റെ പുറകിലുള്ള മാസിനെ വലിക്കുക ചെയ്യുന്നത്. അതിൻ്റെ പുറകിലുള്ള മാസ് ഏതാണ്? m2 ആണ്. സോ Tക്ക് നമുക്ക് ഒറ്റയടിക്ക് ഇക്വേഷൻ എഴുതാം, പുറകിലേക്കുള്ള മാസ് × ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. സോ ആക്സിലറേഷൻ A = നമുക്ക് എന്നാന്ന് എഴുതാം? ആക്സിലറേഷൻ A = F/m1 + m2 എന്നും T നമ്മൾ പറഞ്ഞു T = പുറകിലേക്കുള്ള മാസ് × ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്നാന്ന് കൊടുക്കാം? F/m1 + m2 എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സ്ട്രിങ് കണക്ട് ചെയ്യുന്നത് ഒരു 3 ബ്ലോക്കിലേക്ക് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ കോണ്ടാക്റ്റിലിരിക്കുന്ന കേസിൽ
അവിടെ നോർമൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ മുന്നിലേക്കുള്ള മാസ് ഇൻറ്റു ആക്സലറേഷനും, കണക്റ്റഡ് സ്ട്രിങ്സ് വരുന്ന കേസിൽ ടെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ടെൻഷൻ എടുക്കുന്നു, പുറകിലേക്കുള്ള മാസ് ഇൻറ്റു ആക്സലറേഷനാണ് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇവിടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, എഴുതൊന്നും വേണ്ട. ആക്സലറേഷൻ എന്താണ്? F/m1+m2+m3. ആദ്യം തന്നെ നമുക്ക് T2 കാണാം. T2ൻ്റെ പുറകിലെ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ T2 നോക്കുന്നു, അതിൻ്റെ പുറകിലേക്കുള്ള മാസ് m3 ആണ്. സോ T3 = m3 × a. സിമ്പിളാണ്. അടുത്തത് നോക്കൂ, T1 നോക്കൂ. T1 ഫോഴ്സിൻ്റെ ഡയറക്ഷൻ T1 നമ്മൾ നോക്കുന്നു, അതിൻ്റെ പുറകിലേക്കുള്ള രണ്ട് മാസ് എന്ന് പറയുന്നത് m2ഉം m3യും ആണ്. സോ T1 = m2 + m3 × a എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. T1ൻ്റെ സ്ഥാനത്ത് നമുക്ക് T1 = m2 + m3 × a. എയുടെ സ്ഥാനത്ത് ആ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കൊടുത്തു. T2ൻ്റെ സ്ഥാനത്ത് എന്താണ്? പുറകിലേക്കുള്ള മാസ് m3 ആണ്, m3 × a എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തത് ജസ്റ്റ് ഒരു കാര്യം പറയുകയാണേ, നമ്മുടെ സ്പ്രിംഗ് ബാലൻസസ് കണക്ട് ചെയ്യുന്ന കേസിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു അപ്ലൈഡ് ലോഡ് ഉണ്ട് അല്ലേ, 10 കിലോഗ്രാം. അതിൻ്റെ വെയിറ്റ് 10 കിലോഗ്രാം വെയിറ്റ് എന്ന് നമുക്ക് കൊടുക്കാം. സോ ഇവിടെ ഈ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന റീഡിങ്, ഈ രണ്ട് സ്പ്രിംഗ് ബാലൻസ് ഇവിടെ എന്ത് കോമ്പിനേഷനാണ്? സീരീസ് കോമ്പിനേഷനാണ്. ഈ രണ്ട് സ്പ്രിംഗ് ബാലൻസും കാണിക്കുന്ന റീഡിങ് എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡ് എന്താണോ ആ സെയിം അപ്ലൈഡ് ലോഡ് തന്നെയായിരിക്കും ഈ രണ്ട് സ്പ്രിംഗ് ബാലൻസും കാണിക്കുക, സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. സോ ആദ്യത്തെ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്നതും 10 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും, രണ്ടാമത്തെ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്നതും 10 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത കേസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നമ്മളിപ്പം കുറേ സ്പ്രിംഗ് ബാലൻസസ് ഉണ്ട്, അവരെല്ലാം പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാരലലായിട്ട് n സ്പ്രിംഗ് ബാലൻസസ് ഉണ്ട് എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എത്രയാണോ അത് ഈ n സ്പ്രിംഗ് ബാലൻസിലേക്കും ഈക്വലായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമ്മൾ 10 കിലോഗ്രാം വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സ്പ്രിംഗ് ബാലൻസ് ആണുള്ളത്. സോ ഓരോ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന റീഡിങ്ങും 5 കിലോഗ്രാം വെയിറ്റ് വെച്ചിട്ടായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഒരു 100 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്, 5 സ്പ്രിംഗ് ബാലൻസ് ഉണ്ട് എങ്കിൽ ഓരോന്നിലും കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 20 കിലോഗ്രാം വെയിറ്റ് ആയിരിക്കും. സോ ഓരോ സ്പ്രിംഗ് ബാലൻസിലും കാണിക്കുന്ന റീഡിങ് ഈക്വൽ ആയിട്ടായിരിക്കും കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഓരോ സ്പ്രിംഗ് ബാലൻസിലും ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം, സ്പ്രിങ്ങിൻ്റെ നമ്മളൊരു പുള്ളി സിസ്റ്റം ജസ്റ്റ് കണക്ട് ചെയ്യുന്നു, രണ്ട് മാസസ് m1 m2. നമുക്ക് ഇക്വേഷൻസ് ഒക്കെ എഴുതാൻ അറിയാം അല്ലേ, ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ m1ൽ താഴേക്കാണ് ആക്സിലറേഷൻ, m2ൽ മുകളിലേക്കാണ് ആക്സിലറേഷൻ. ഒരു ജസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം മനസ്സിൽ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നമുക്ക് ഈ m1ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ ഇക്വേഷൻസ് ഒന്ന് എഴുതാം അല്ലേ. താഴേക്കാണ് ആക്സലറേഷൻ, സോ വെയിറ്റ് ആണ് കൂടുതൽ. m1g - t നെറ്റ് ഫോഴ്സ് = m1 × a എന്ന് നമുക്ക് പറയാം. അടുത്ത കേസ് നമ്മൾ ആലോചിക്കൂ, m2ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം, ആക്സിലറേഷൻ മുകളിലേക്കാണ്, അപ്പോൾ ടെൻഷനാണ് അവിടെ കൂടുതൽ. t - m2g = m2 × a എന്ന് പറയാം. സോ ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ടെൻഷനും ആക്സിലറേഷനും ഒക്കെ കിട്ടും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇക്വേഷനായിട്ട് ഓർത്തിരിക്കാം. ടെൻഷൻ t എന്ന് പറയുന്നത് 2m1 m2g m1 + m2. അതിനെ നമുക്ക് വേണമെങ്കിൽ 2w1 w2 w1 + w2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് മുകളിൽ ഡിഫറൻസ് ഇൻ മാസ് ടോട്ടൽ മാസ് × g എന്ന് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഈ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ കിട്ടും. ആ കിട്ടുന്ന ആക്സലറേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടെൻഷനും കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. നമ്മളപ്പോൾ നോർമൽ റിയാക്ഷനൊക്കെ പഠിച്ചു അല്ലേ, നോർമൽ റിയാക്ഷൻ ഫോഴ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പ്രിംഗ് ഫോഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, സ്പ്രിംഗ് ഫോഴ്സ്, ഒരു സ്പ്രിങ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഹുക്സ് ലോ വെച്ചിട്ട് F = -kx എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കാര്യങ്ങളൊക്കെ പറയും, പൊട്ടൻഷ്യൽ എനർജിയുടെ അവിടെ. സോ ഇനി നമ്മൾ പറയുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒരു കണ്ടീഷനാണ്. ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്കറിയാമല്ലോ, റെഫറൻസ് ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ റെഫറൻസ് ഫ്രെയിം റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലോ ആണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്.
നമ്മൾ ന്യൂട്ടൻ്റെ 3 ലോയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനാണ്. ഇനി നമ്മുടെ ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ റെഫറൻസ് ഫ്രെയിമിനെ നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്നാണ് നമ്മൾ പറയുക. അവിടെ നമ്മൾ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ഫോഴ്സും കൂടി കൺസിഡർ ചെയ്യണം. ആ ഫോഴ്സ് ഏത് ഫോഴ്സാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്യൂഡോ ഫോഴ്സാണ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ആദ്യം ഇവിടെ നോക്കിക്കോ, ഒരു ട്രോളി ഉണ്ട്, അവിടെ ഒരു സിമ്പിൾ പെൻഡുലം ഹാങ് ചെയ്തിട്ടുണ്ട്. അവിടെ റെഫറൻസ് ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, ദാറ്റ് മീൻസ് ഇനേർഷ്യൽ ഫ്രെയിമാണ്. സോ അവിടെ ആ ഒരു സിമ്പിൾ പെൻഡുലം നേരെ താഴേക്ക് തന്നെ നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കൂ. അവിടെ ആ ഒരു ട്രോളി ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്ട്സിൽ ഒരു ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ, ഒരു എന്താ പറയുക, ന്യൂട്ടൺസ് ലോ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇമാജിനറി ഫോഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, സ്യൂഡോ ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം സിമ്പിൾ പെൻഡലത്തിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സിമ്പിൾ പെൻഡലമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോബിലേക്ക് ആക്ച്വലി വെയിറ്റ് mg അവിടെ ഉണ്ട്. ഇനി ആ റെഫറൻസ് ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിലേക്ക് ആ സെയിം ആക്സിലറേഷൻ തന്നെ ആ ബോബിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അപ്പോൾ ബോബിൻ്റെ മാസ് m ആണ് എങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് m × a എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അവിടെയുള്ള നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടും അല്ലേ. സോ അതാണ് ഈ ഒരു ആക്സിലറേറ്റ് ചെയ്യുന്ന കേസിൽ ആ സിമ്പിൾ പെൻഡുലം ഒരു വെർട്ടിക്കലുമായിട്ട് ഒരു ആംഗിളിലായിരിക്കും അത് നിൽക്കുക. സോ ആ ഒരു ഫിഗറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം കൺസിഡർ ചെയ്യുന്ന കേസിൽ അവിടെ സ്യൂഡോ ഫോഴ്സും കൂടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ പറയുന്നത് ഫ്രിക്ഷനെ കുറിച്ചാണ്. ആ ഫ്രിക്ഷൻ്റെ മെയിനായിട്ട് നമുക്ക് ഒരു പാർട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഡൈനാമിക് ഫ്രിക്ഷനാണ്. അതിനെ കൈനറ്റിക് എന്നും റോളിംഗ് എന്നും രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് 3 പേരുകൾ കൊടുത്തിട്ടുണ്ട്, FS, FL, FK. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷനാണ്. ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു അലമാരി തള്ളി നീക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ, ഒരു അലമാരി ഇവിടെ ഉണ്ട്, അതിനെ തള്ളി നീക്കാനായിട്ട് ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് വേണം എന്ന് കരുതുക. നിങ്ങൾ ഒരു 2 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുത്തു, അലമാരി അനങ്ങിയല്ല. ദാറ്റ് ഈസ് അപ്പോൾ അവിടെയുള്ള ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സിനോട് ഈക്വലാണ്. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത് 2 ന്യൂട്ടൺ ആണെന്നാണ് അല്ലേ പറഞ്ഞത്. 2 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് എന്താണോ ആ ഫോഴ്സ് ആയിരിക്കും അവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നിങ്ങളിപ്പോൾ കുറച്ചും കൂടി കൂട്ടിയൊരു ഫോഴ്സ് കൊടുത്തു, ഒരു 13 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, അപ്പോഴും അലമാരി അനങ്ങില്ല. കാരണം അലമാരി അനങ്ങണമെങ്കിൽ അവിടെ എത്ര വേണം, 20 ന്യൂട്ടൺ ഫോഴ്സ് വേണം അല്ലേ. സോ ഇവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 13 ന്യൂട്ടൺ ആണ്. ആദ്യം എത്രയായിരുന്നു, 2 ന്യൂട്ടൺ, ഇപ്പോൾ എത്രയാണ്, 13 ന്യൂട്ടൺ. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു പേര് പറയാം. ഇതൊരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണോ അത് തന്നെയായിരിക്കും അവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ വരിക. ഇനി പതുക്കെ അനങ്ങി തുടങ്ങി, 20 ന്യൂട്ടൺ കൊടുത്തപ്പോഴത്തേക്കും പതുക്കെ അനങ്ങി തുടങ്ങി. ദാറ്റ് മീൻസ് അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ കേസിലായിരിക്കും. അതിനുശേഷം അനങ്ങി തുടങ്ങി അപ്പോൾ ഉള്ളതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. സോ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും വാല്യൂ കുറവായിരിക്കും നമ്മുടെ കൈനറ്റിക് ഫ്രിക്ഷന് വരിക. സോ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു, അപ്ലൈഡ് ഫോഴ്സിനോട് ഈക്വൽ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μs × n എന്നും കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μk × നോർമൽ റിയാക്ഷൻ n എന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് 2 ടേമാണ്. ഒന്ന് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ്, ദാറ്റ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റിസൾട്ടൻ്റ് ഫോഴ്സ് നോർമൽ റിയാക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ tan λ = μs എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ട്രയാങ്കിളായിട്ട് എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ tan λ = μs എന്ന് നമുക്ക് കിട്ടും. അടുത്തത് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് റീപോസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് സ്ലൈഡിംഗ് എന്ന് പറയുന്ന ഒരു ടേമാണ്.
ഇത്രയും പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ബ്ലോക്ക് വെച്ചു. ഇതിനിങ്ങനെ മുകളിലേക്ക് പൊക്കി ഏതോ ഒരു ആംഗിളിൽ വരുമ്പോഴത്തേക്കും ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലിരിക്കുന്ന ഈ ബ്ലോക്ക് താഴേക്ക് ഊർന്നു പോരാനായിട്ട് തുടങ്ങും. അങ്ങനെ ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ആംഗിളിനെ, ഹൊറിസോണ്ടലായിട്ട് ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് സ്ലൈഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് മ്യൂവസിനോട് ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ ആംഗിൾ ഓഫ് റീപോസ്, ആംഗിൾ ഓഫ് സ്ലൈഡിങ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇതെല്ലാം സെയിം ആയിട്ടായിരിക്കും നമുക്ക് ഇക്വേഷൻ വൈസ് കിട്ടുന്നത്. ഇനി നമ്മളൊരു സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബ്ലോക്ക് വെച്ചാൽ അതിന് താഴേക്ക് ആക്സലറേറ്റ് ചെയ്യിക്കുന്ന ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റയാണ്. ഇനി നമ്മൾ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി അവിടെ ആക്ട് ചെയ്യും അല്ലേ. സോ അതെല്ലാം ചെയ്ത് വരുമ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അവിടെ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കെ കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ലോസ് ഓഫ് മോഷനിലേക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. The momentum p of the particle is varying with the time t as p is equal to 3t plus 4. The magnitude of force acting on the particle at a time t is equal to 1 second will be. നമുക്കറിയാലോ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡി ബൈ ഡി ടി ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ലീനിയർ മൊമെൻറ്റം എന്താണ്, 3t plus 4. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ 3 ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്താണ് 1 പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 4 എന്താണ് 0. ദാറ്റ് ഈസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്നാന്ന് ആൻസർ കിട്ടി, 3 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടി. സോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, the magnitude of tension in the horizontal string AB if block of mass 10 kg is in equilibrium as shown in the figure is. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ ഒന്ന് കമ്പോണൻ്റ് ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ജസ്റ്റ് ഇവിടെയുള്ളത് ടി ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രിങ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആണ്. സോ ആ സ്ട്രിങ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ 60. സോ ഇത് ടി ആണെങ്കിൽ ഇതിനെ നമുക്ക് ടി കോസ് 60 എന്നും ഈ കമ്പോണൻറ്റിനെ ടി സൈൻ 60 എന്നും നമുക്ക് വിളിക്കാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെൻഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ സ്ട്രിങ് എ ബി ഇഫ് ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് അല്ലേ. സോ നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന ഈ ബ്ലോക്കിലുള്ള ടെൻഷനാണ് വേണ്ടത്. അതിന് നമുക്കൊരു പേര് കൊടുക്കാം, ടി ഡാഷ് എന്ന പേര് കൊടുക്കാം. ഇക്വിലിബ്രിയമാണ്, നെറ്റ് ഫോഴ്സ് 0 ആണ്, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുമുള്ള നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. സോ നമ്മൾ ഈ ഇവിടെയുള്ള ഫോഴ്സ്, ഇവിടെ മാസ് 10 കിലോഗ്രാം ആണ്. സോ വെയിറ്റ് 10g എന്ന് കിട്ടും അല്ലേ. 10g ഇസ് ഈക്വൽ ടു ടി സൈൻ 60 ആണ്. സോ 100 ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു സൈൻ 60യുടെ വാല്യൂ √3/2. സോ അതിൽ നിന്ന് നമുക്ക് ടെൻഷൻ്റെ വാല്യൂ ഇവിടേക്ക് നമുക്ക് എഴുതാമേ. 10g ഇസ് ഈക്വൽ ടു ടി സൈൻ 60 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് 100 ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. അതിൽ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി, ടി ഇസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ √3 ന്യൂട്ടൺ എന്ന് കിട്ടി. നമുക്ക് ടി അല്ല വേണ്ടത്, പകരം എന്താ വേണ്ടത്, ബി സിയിലെ ടെൻഷൻ അല്ല, എ ബിയിലെ ടെൻഷനാണ്. എ ബിയിലെ ടെൻഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ ടി ഡാഷ് എന്ന് പറയുന്നത് ടി കോസ് 60യോട് ഈക്വലാ ആണല്ലോ. ടിയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി 200/√3. കോസ് 60യുടെ വാല്യൂ നമുക്ക് എത്ര പറയാം, 1/2. സോ നമ്മുടെ ടി ഡാഷിൻ്റെ ആൻസർ നമുക്ക് കിട്ടി 100 ഡിവൈഡഡ് ബൈ √3 എന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് ഓർത്തിരിക്കുക. കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, എ ചൈൽഡ് വെയിനിങ് 25 കിലോഗ്രാം സ്ലൈഡ്സ് ഡൗൺ എ റോപ്പ് ഹാങ്ങിങ് ഫ്രം എ ബ്രാഞ്ച് ഓഫ് ടോൾ ട്രീ. If a force of friction acting against him is 200 Newton, the acceleration of the child is. അപ്പോൾ ഇതാണ് നമ്മുടെ മരം എന്ന് കരുതുന്നു. ഇവിടെ ഒരു റോപ്പ് ഇങ്ങനെയുണ്ട് അല്ലേ, നമ്മുടെ കൊച്ചി ഇതാണെന്ന് വിചാരിക്കുക, ചൈൽഡ് ഇതാണ്. ഓക്കെ, അതിൻ്റെ മാസ് 25 കിലോഗ്രാം ആണ്. സോ വെയിറ്റ് നമുക്ക് 25 ഇൻറ്റു ജി 10 എന്ന് എടുത്താൽ 250 ന്യൂട്ടൺ എന്ന് വെയിറ്റ് കിട്ടി അല്ലേ. ആ ഒരു ഫോഴ്സിന് അല്ലെങ്കിൽ താഴേക്ക് പോകുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ 200 ന്യൂട്ടൺ എന്ന് നമുക്കിവിടെ ഉണ്ട്.
നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആക്സലറേഷനാണ്. സോ താഴേക്കാണ് ഫോഴ്സ് കൂടുതൽ, താഴേക്കാണ് ആക്സലറേഷൻ ഉള്ളത്. സോ നെറ്റ് ഫോഴ്സ് എഴുതാം. 250 മൈനസ് mg, 250 മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഈസ് 200. നെറ്റ് ഫോഴ്സായി ഈക്വൽ ടു m ഇൻറ്റു എ ആണ്. ദാറ്റ് ഈസ് 50 ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു എ എന്നും എ ഇസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. A particle of mass m is executing uniform circular motion on a path of radius r. If p is the magnitude of its linear momentum, the radial force acting on the particle. Uniform circular motion കുറിച്ച് നമുക്കറിയാം അല്ലേ. അവിടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ആകെയുള്ള റേഡിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ആണ്. ഇവിടെ mv²/r ആണ് അവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളോട് ഇവിടെ ഓപ്ഷൻസിലേക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ. പകരം പിയുടെ ടേമിലാണ്. നമുക്കറിയാലോ ലീനിയർ മൊമെൻറ്റം p is equal to മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു. ഒരു m മുകളിലും താഴെയും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m² v² ഡിവൈഡഡ് ബൈ r ഇൻറ്റു m. ഓക്കെ. m² v²ൻ്റെ സ്ഥാനത്ത് ഞാൻ p² എന്നങ്ങ് എഴുതുന്നു. p² ഡിവൈഡഡ് ബൈ m ഇൻറ്റു r. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 blocks A and B on a smooth horizontal surface as shown in the figure. If coefficient of friction between A and B is 0.4, then maximum horizontal force F which can be applied on block A. So the block A and B move together എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഫിഗർ നോക്കൂ. ആ രണ്ട് ബോഡിയും ഒരുമിച്ച് പോകണമെങ്കിൽ ആ 3 കിലോഗ്രാം ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കണം അല്ലേ. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് മ്യൂ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ m ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു m ഇൻറ്റു എ എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് ആ 3 കിലോ m കട്ട് ചെയ്താൽ ആ 3 കിലോഗ്രാം ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന അവിടെയുള്ള ആക്സിലറേഷൻ എയുടെ വാല്യൂ മ്യൂ ഇൻറ്റു ജി എന്ന് നമുക്ക് കിട്ടും. മ്യൂവിൻ്റെ വാല്യൂ 0.4 ആണ്. ജി 10 എന്ന് കൊടുത്താൽ ആക്സിലറേഷൻ അവിടെ 4 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടി. സോ ഇവിടെയുള്ള ഫോഴ്സ് എഫ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു എ എന്ന് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് 3 പ്ലസ് 6 ഇൻറ്റു എ എത്രയാണ് 4 ആണ്. 9 ഇൻറ്റു 4 ദാറ്റ് ഈസ് 36 ന്യൂട്ടൺ എന്ന് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ. നമ്മളിനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. വർക്ക് എനർജി പവറിലേക്ക് കടക്കുന്നു. ഈ വർക്ക് എനർജി പവറിലെ ചാപ്റ്ററിൽ ആദ്യത്തെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ് എങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F.S ആണ്. അതേസമയം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വേരിയബിൾ ഫോഴ്സാണ്. ഇപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ വേരിയബിൾ ഫോഴ്സാണ്. അങ്ങനെ ഒരു വേരിയബിൾ എക്സ് മാറുന്നതനുസരിച്ച് എഫ് മാറും അല്ലേ. ദാറ്റ് ഈസ് ഒരു വേരിയബിൾ ഫോഴ്സാണ് എങ്കിൽ അവിടെയുള്ള വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ F.S ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ F.ds എന്ന് പറയാം കേട്ടോ. ഇനി നമ്മൾ ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അടിയിലേക്കുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്നത് വർക്ക് ഡൺ ആയിരിക്കും. അവിടെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടം മുതൽ എവിടം വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് എടുത്തു നോക്കണം. അതോടൊപ്പം തന്നെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ഈ റെഫറൻസ് ലൈനിൽ മുകളിലേക്കുള്ളത് പോസിറ്റീവും താഴേക്കുള്ളത് ഏരിയ നെഗറ്റീവായിട്ടും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ യൂണിറ്റ്സിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 1 ഇലക്ട്രോൺ വോൾട്ട് നമുക്കറിയാം 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ 1.6 ഇൻറ്റു 10⁻13 എന്ന് വരും. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 ഇൻറ്റു 10⁻6 ജൂൾ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. 1 ജൂൾ ഇസ് ഈക്വൽ ടു 10⁻7 എർഗ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അത് ആ ഒരു യൂണിറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ പറയുന്നത് കൺസർവേറ്റീവും നോൺ കൺസർവേറ്റീവും ഫോഴ്സസ് എന്താണെന്നാണ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്.
അതേസമയം വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് അല്ല, പകരം ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് എങ്കിൽ, ഓക്കെ, ഇനിഷ്യൽ ഫൈനൽ പോയിന്റിനിടയിലുള്ള പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഫ്രിക്ഷണൽ ഫോഴ്സും അതോടൊപ്പം തന്നെ വിസ്കസ് ഫോഴ്സും ഒക്കെ നമുക്കതിന് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. എനർജി നമുക്കറിയാം, എബിലിറ്റി ടു ഡു വർക്കിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. പല എനർജി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജീനെ കുറിച്ചാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജീനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ കൈനറ്റിക് എനർജി ഒക്കെ നമുക്കറിയാം അല്ലേ, കൈനറ്റിക് എനർജി അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പലതായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ആ എനർജി മാസ് റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി മാസും തമ്മിലുള്ള റിലേഷൻ E = എന്താണ്, mc² ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ എനർജി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ 2 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഫസ്റ്റ് വൺ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി മാസ് m ആണ്, വെലോസിറ്റി v ആണെങ്കിൽ കൈനറ്റിക് എനർജി = ½ mv² ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിനെ തന്നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ആ കൈനറ്റിക് എനർജി ½ mv² ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ p² / 2m എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ വർക്ക് എനർജി തിയറമാണ് നമ്മൾ പറയുക. അപ്പോൾ അതിൽ NCERT ബേസ്ഡ് അവിടെ എക്സാമ്പിളുകളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ഓൺ ദാറ്റ് സിസ്റ്റം = ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ വർക്ക് എനർജി തിയറത്തിനെ നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുടെ സ്കെയിലാർ ഫോമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. മെയിനായിട്ട് നമ്മൾ പറയുന്ന 3 ക്ലാസിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി: ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇത് 3ഉമാണ് അല്ലേ. അതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷണലും ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമാണ് പറയുന്നത്. അതിൽ നമുക്കറിയാം ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു റിലേറ്റീവ് ക്വാണ്ടിറ്റി ആണെന്നുള്ളതും ഓർത്തിരിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും സ്പ്രിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമായിട്ടാണ് സ്റ്റോർഡ് ആവുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ആ കൺസർവേറ്റീവ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എക്സിലും വൈയിലും ഇസഡിലും ഒക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ -∂/∂x ഓഫ് u i cap -∂/∂y ഓഫ് u j cap -∂/∂z u k-cap എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ പൊട്ടൻഷ്യൽ എനർജി നമ്മളിപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോഴും അവിടെ ചില സ്ഥലത്ത് പോസിറ്റീവും ചില സ്ഥലത്ത് നെഗറ്റീവും ഒക്കെ വരും അല്ലേ. ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ നെഗറ്റീവ് വരും, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്ലസും മൈനസും ഒക്കെ വരും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം പറയാം. നമ്മുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എങ്കിൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ അവിടെ നെഗറ്റീവും, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ R കൂടുമ്പോൾ യുവിൻ്റെ വാല്യൂ കുറയും. അതേസമയം നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എങ്കിൽ നെഗറ്റീവ് ആണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ. സോ മൈനസ് ആണ്. സോ Rൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് യുവിൻ്റെ വാല്യൂ കൂടുകയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ആ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി അട്രാക്റ്റീവിനും റിപ്പൾസീവിനുമുള്ള റിലേഷൻ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ ആണ്. സോ m മാസ് ആണെങ്കിൽ h ഹൈറ്റിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ പൊട്ടൻഷ്യൽ എനർജി അതുപോലെ തന്നെ ഇക്വിലിബ്രിയവുമായിട്ടുള്ള റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ശരിക്കും ഈ ഒരു ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജി ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ നമ്മൾ ഒന്ന് നോക്കുകയാണ് എങ്കിൽ അതിൽ നിങ്ങൾ ബിയും
ഇയും എച്ചും ഒക്കെ ഒന്ന് നോക്കൂ. ബിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും ഇനെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും എച്ചിനെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്നുമാണ് വിളിക്കുക. ഇക്വിലിബ്രിയം ആണെങ്കിൽ ഏത് ഇക്വിലിബ്രിയം ആയിക്കോട്ടെ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് 0 മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് du/dx അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് മാത്രമുള്ളതെന്ന് കൺസിഡർ ചെയ്യുന്നു. സോ du/dx ഈക്വൽ ടു നമുക്ക് 0 എന്ന് കൊടുക്കാം. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആണ് എങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കാണിച്ചിരിക്കുന്ന പൊസിഷൻ ബി ആണ്. ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഏറ്റവും മിനിമം ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ആ ബിയിൽ നിന്ന് ഒരു ബോൾ തട്ടി അതിന് തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക് തന്നെ വരാനാണ് ടെൻഡൻസി. ദാറ്റ് ഇസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേസമയം ഇ എന്ന് പറഞ്ഞ പൊസിഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബോൾ തട്ടിവിട്ടു അതങ്ങ് പോകാനാണ് ടെൻഡൻസി അല്ലേ. ദാറ്റ് ഇസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ മാക്സിമം ആണെന്നും du/dx ചെയ്താൽ 0 കിട്ടുമെന്നും d²u/dx² ചെയ്താൽ നമുക്ക് കിട്ടുക നെഗറ്റീവ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. du/dx ഈക്വൽ ടു 0, d²u/dx² ഈക്വൽ ടു രണ്ടും 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. എച്ച് ആണ് ആ ഒരു പൊസിഷൻ കാണിക്കുന്നത്. ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു കൺസർവേഷൻ ഓഫ് എനർജിയുടെ കേസ് ഒന്ന് ജസ്റ്റ് പറയുകയാണ്. നമുക്കൊരു സിസ്റ്റത്തിലുള്ള എനർജി കൺസേർവ്ഡ് ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കണം? അവിടെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അവിടെയുള്ള ഇൻറ്റേർണൽ ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമായിരിക്കണം എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു, mgh എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. സ്പ്രിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ. സോ എഫ് ഈക്വൽ ടു kx എന്നൊക്കെ കൊടുക്കാം. വേരിയബിൾ ഫോഴ്സ് ആണ്. ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വർക്ക് ഡൺ നമുക്ക് കിട്ടും. സോ നമ്മൾ മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാൽ അവിടെ സ്റ്റോർഡ് ആവുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ½kx² ആണ്. ഇനി നമ്മൾ റെഫറൻസ് എടുക്കുന്നത് x1 മുതൽ x2 വരെയാണ്. 0യിൽ നിന്നല്ല, x1 മുതൽ പൊസിഷൻ x1 മുതൽ പൊസിഷൻ x2 വരെയാണെങ്കിൽ അവിടെയുള്ള വർക്ക് ഡൺ ½ k × x2² - x1² എന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം അവിടെ സ്പീഡ് വേരി ചെയ്യുന്നുണ്ട് അല്ലേ, സ്പീഡ് വേരി ചെയ്യുന്നുണ്ട് അവിടെ. അപ്പം ടാൻജൻഷ്യൽ ആക്സലറേഷനും ഉണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ മൂവ് ചെയ്യുക, നമ്മളിങ്ങനെ ആട്ടുമ്പോൾ ഇങ്ങനെ ആട്ടി ജസ്റ്റ് ഏതോ ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് തിരിഞ്ഞ് കറങ്ങി ഇങ്ങനെ വരും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി താഴെ കുറവാണ് എങ്കിൽ മുകളിൽ പോയിട്ട് അതൊന്ന് ജസ്റ്റ് സ്ലാക്ക് ഓഫ് ചെയ്യും അല്ലേ. സോ നമ്മൾ ആ ഒരു കാര്യം ഒരു ലൂപ്പിംഗ് ദ ലൂപ്പ് വരണമെങ്കിൽ നമ്മളൊരു നൂല് കല്ല് കെട്ടി അതിങ്ങനെ കറങ്ങി ഇവിടെ തിരിച്ചു വരണമെങ്കിൽ മിനിമം എന്തോരം വെലോസിറ്റീസ് ഒക്കെ വേണം. അതൊക്കെ നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്ത് നമുക്ക് റിസൾട്ടായിട്ട് ഓർത്തിരിക്കാം. സോ ഇപ്പോൾ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് ഇവിടെയുള്ള നെറ്റ് ഫോഴ്സ്, ആ പി എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള നെറ്റ് ഫോഴ്സ് ആണ് അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ T - mg cos θ = mv²/r എന്നൊക്കെ കൊടുക്കാം. സോ അങ്ങനെ ഓരോ പൊസിഷനിലുമുള്ള ടെൻഷനും വെലോസിറ്റിയും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ലൂപ്പിംഗ് ദ ലൂപ്പ് വരണമെങ്കിൽ ജസ്റ്റ് ആ ലോവസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി മിനിമം √5g എങ്കിലും വേണം. അല്ലെങ്കിൽ അതിൻ്റെ റേഡിയസ് r ആയിട്ട് എടുക്കുകയാണെങ്കിൽ √5gr വേണം. അല്ല മിഡ് പോയിന്റിലുള്ളതിൽ √3gr വേണം. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ √gr വേണം. സോ ഈ 3 പോയിന്റിലും L, M, H ഈ 3 പോയിന്റിലുമുള്ള വെലോസിറ്റിയുടെ റേഷ്യോ എടുത്താൽ √5:√3:1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് ലോവസ്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ ആ ഒരു ടോയിനെ ബ്രേക്ക് ചെയ്യാനൊക്കെയുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതൽ ലോവസ്റ്റ് പൊസിഷനിലാണ്. സ്ട്രിങ്ങിൻ്റെ ഏറ്റവും കുറവ് ടെൻഷൻ ഉണ്ടാവുക ഇവിടെ ഹയസ്റ്റ് പൊസിഷനിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറയുന്നത് പവറിൻ്റെ ടേമാണ്. റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ, അതാണ് പവർ. ആവറേജ് പവറും ഇൻസ്റ്റൻറ്റേനിയസ് പവറും നമുക്ക് പറയാം. ആവറേജ് പവർ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, അല്ലെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ ടൈം ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക F.V. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ F.S. ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ F.V ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഡോട്ട് പ്രോഡക്റ്റ് ആണ്.
ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കൊളീഷനാണ് അല്ലേ. അപ്പോൾ ഈ കൊളീഷനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നാലോചിച്ചാൽ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണോ അല്ലയോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ടും 2 കാറ്റഗറി, ഇലാസ്റ്റിക്കും ഇന്നിലാസ്റ്റിക്കും, അതിൽ തന്നെ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക്കും നമ്മൾ പറയുന്നുണ്ട്. 3ആയിട്ട് നമുക്ക് പറയാം. അതിൽ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും ടോട്ടൽ എനർജിയും എല്ലാം കൺസേർവ്ഡ് ആണ്. പക്ഷേ ഇന്നിലാസ്റ്റിക് എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി അവിടെ കൺസേർവ്ഡ് അല്ല. ബാക്കി മൊമെൻറ്റവും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി അവിടെ കൺസേർവ്ഡ് അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇലാസ്റ്റിക്കിൽ കൺസേർവ്ഡ് ആണ്, ഇന്നിലാസ്റ്റിക്കിലും പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കൊളീഷൻ നടന്നു, കൊളീഷന് ശേഷം ഈ 2 പേരും ഒരുമിച്ച് ഒരു കോമൺ വെലോസിറ്റി, സ്റ്റിക്ക് ടുഗദർ, ഒരുമിച്ച് ഒരു കോമൺ വെലോസിറ്റി പോകുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിലാസ്റ്റിക്കിലും പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക്കിലും കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാം കൺസേർവ്ഡ് ആയിട്ടുള്ളത് ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ്, ഏത് ഡയറക്ഷനൊക്കെ വെച്ചിട്ട് ഇതിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൊളീഷൻ നടക്കുന്നത് ഒരു ലൈനിലാണ് എങ്കിൽ 1 ഡൈമെൻഷണൽ കൊളീഷൻ അല്ലെങ്കിൽ ഹെഡ് ഓൺ കൊളീഷനാണ്. കൊളീഷൻ നടക്കുന്നത് ഒരു പ്ലെയിനിലാണ് എങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഒബ്ലിക് കൊളീഷൻ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു 1 ഡൈമെൻഷണൽ കൊളീഷൻ്റെ ബേസിക് ഒരു ഡയഗ്രാം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ബിഫോർ കൊളീഷൻ, ഡ്യൂറിങ് കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v1 v2 ഒക്കെയാണ് അല്ലേ. സോ ഇവിടെ മൊമെൻറ്റം ഏത് കൊളീഷൻ ആയിക്കോട്ടെ, ഇലാസ്റ്റിക് ഇന്നിലാസ്റ്റിക് ഏതുമായിക്കോട്ടെ, എല്ലായിടത്തുമുള്ള മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, സെയിം ലൈനിലാണ്. സോ m1 u1 പ്ലസ് m2 u2 ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇതിൽ തന്നെ നമ്മൾ പുതിയൊരു ടേമും കൂടി പറയുവാണ്, കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു ടേം. എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ആ ലൈൻ ഓഫ് ഇമ്പാക്റ്റിലുള്ള വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്ന ടേമാണ് ഇ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ v2 മൈനസ് v1 ബൈ u1 മൈനസ് u2നെ ഇ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ തന്നെ ഇയുടെ വാല്യൂ ഇലാസ്റ്റിക് ആണെങ്കിൽ ഇയുടെ വാല്യൂ 1ഉം ഇന്നിലാസ്റ്റിക് ആണെങ്കിൽ 0യ്ക്കും 1നും ഇടയിലും, പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് ആണ് എങ്കിൽ ഇയുടെ വാല്യൂ 0യുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ 1 ഡൈമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫിഗറൊക്കെ വരച്ച് മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്, ഇയുടെ വാല്യൂ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, 1 കൊടുക്കാം അല്ലേ. ഈ 3 ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൊളീഷന് ശേഷം നടന്ന ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. അതിനെ ഒരു ഇക്വേഷൻ വെച്ച് ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക, m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 u2 ബൈ m1 പ്ലസ് m2 ആണ്. ഇനി v2 ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുന്നവർ ഈ 1നെയും 2നെയും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ 1നെ 2 ആക്കുക, 2നെ 1 ആക്കിയാൽ നമുക്ക് v2 കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ആ 3 ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് കുറച്ച് സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റുന്നവർ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇലാസ്റ്റിക് കൊളീഷനിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 മാസ് ഈക്വൽ ആണ് എങ്കിൽ ആഫ്റ്റർ കൊളീഷൻ അവരുടെ വെലോസിറ്റീസ് എന്ത് ചെയ്യും, ഇൻ്റർചേഞ്ച് ചെയ്യും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ഈക്വൽ മാസ് ആണെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ ദെയർ വെലോസിറ്റീസ് ഗെറ്റ് ഇൻ്റർചേഞ്ച്ഡ്. അടുത്ത നമ്മൾ പറയുന്നത്, നമ്മളിവിടെ ഒരു ലൈറ്റ് ബോഡി, ചെറിയൊരു ലൈറ്റ് ബോഡി അത് റെസ്റ്റിലാണെന്ന് എടുക്കുന്നു. വലിയൊരു മാസീവ് ബോഡി വിത്ത് വെലോസിറ്റി വിയിൽ ഇങ്ങ് വരുക. ഈ മാസീവ് ബോഡി വന്ന് ഈ ലൈറ്റ് ബോഡീനെ ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മാസീവ് ബോഡിക്ക് ഒന്നും സംഭവിക്കില്ല. മാസീവ് ബോഡി ആ സെയിം വെലോസിറ്റി വിയിൽ തന്നെ പോകും. പക്ഷേ ആ സ്മോളർ ബോഡി ട്വൈസ് ദ വെലോസിറ്റിയിൽ, ആദ്യം മാസീവ് ബോഡിയുടെ വെലോസിറ്റി വി ആണെങ്കിൽ 2v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ആ ലൈറ്റ് ബോഡി അവിടെ നിന്ന് മൂവ് ചെയ്യും എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു മാസീവ് ബോഡി കൺസിഡർ ചെയ്യുന്നു. ആ മാസീവ് ബോഡി അവിടെ റെസ്റ്റിലാണ്. ഒരു ലൈറ്റ് ബോഡി v വെലോസിറ്റി വന്ന് മൂവ് ചെയ്തു. ലൈറ്റ് ബോഡി വന്ന് വലിയ ബോഡീനെ ഇടിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല വലിയ ബോഡിക്ക്. പക്ഷേ ഈ ലൈറ്റ് ബോഡി ആ സെയിം വെലോസിറ്റിയിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും, റീബൗണ്ട് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു ഇക്വേഷനാണ്, NCERT-യിലുള്ള ഇക്വേഷനാണ്.
നമ്മൾ ഇവിടെ ഫ്രാക്ഷണൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ സെക്കൻഡ് ബോഡി റെസ്റ്റിലാണ്, ഫസ്റ്റ് ബോഡി u1 വെലോസിറ്റിയിലൊക്കെ പോകുന്നു. സോ നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ബൈ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഒക്കെ ചെയ്ത് ഡെൽറ്റ കെ ബൈ കെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. 4m1m2 ബൈ m1 പ്ലസ് m2 ഓൾ സ്ക്വയർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. 4m1m2 ബൈ m1 പ്ലസ് m2 ഓൾ സ്ക്വയർ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം സെയിം ലൈനിലായിരുന്നു, ഹെഡ് ഓൺ കൊളീഷനായിരുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഒബ്ലിക് കൊളീഷനാണ്. നമ്മളിപ്പോൾ 2 പേര് വന്നു തട്ടി, ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ഒക്കെ പോയി, സെയിം പ്ലെയിൻ ആണ്. ദാറ്റ് മീൻസ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എനർജി കൺസർവേഷൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് എഴുതാം കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, കാരണം അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഡയറക്ഷൻ ഒന്നും നോക്കണ്ട. പക്ഷേ ഇവിടെ മൊമെൻറ്റം കൺസർവേഷൻ എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആ മൊമെൻറ്റം കൺസർവേഷൻ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെയാണ് പോയതെങ്കിൽ അതിനെ എക്സ് കമ്പോണൻ്റ് ഓഫ് മൊമെൻറ്റവും വൈ കമ്പോണൻ്റ് ഓഫ് മൊമെൻറ്റവും ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷനും കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ഇൻ വൈ ഡയറക്ഷനും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അതിലെ പ്രോബ്ലങ്ങളൊക്കെ ചെയ്തു നോക്കണം. ഓക്കെ, നമുക്കപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ വൂസ് മൂവ്സ് ഫ്രം 0.110 meter to 321 meter. The work done by the force on the particle. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. സോ നമുക്ക് W is equal to F dot S എന്ന് കൊടുക്കാം. അപ്പോൾ എസ് വേണം, എഫ് ഉണ്ട്, എസ് വേണം. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം അല്ലേ, R2 വെക്ടർ മൈനസ് R1 വെക്ടറാണ്. R2 വെക്ടറിനെ 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് ഐ ക്യാപ്പ് എന്ന് കൊടുക്കാം, മൈനസ് R1 വെക്ടറിനെ ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് അവിടെ ഇല്ല, 0 കെ ക്യാപ്പ് 0 ആണ് അവിടെ ടേം. സോ നമുക്ക് 0 കെ ക്യാപ്പ് എന്ന് കൊടുക്കാം. സോ ചെയ്ത് കഴിയുമ്പോൾ 2i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ്, ദാറ്റ് ഈസ് ജെ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് ഐ ക്യാപ്പ് എന്ന് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, 3i ക്യാപ്പ് മൈനസ് ഐ ക്യാപ്പ് 2i ക്യാപ്പ് 2j ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് ജെ ക്യാപ്പ് ഐ ക്യാപ്പ് മൈനസ് 0, ദാറ്റ് ഈസ് ഐ ക്യാപ്പ്. എസ് കിട്ടി. എഫിൻ്റെ ഇക്വേഷൻ എത്രയാണ്? 4i ക്യാപ്പ് മൈനസ് 3j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ഡോട്ട് എസ് വെക്ടർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. 2i ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് ഇവിടെ കെ ക്യാപ്പാണ് പ്ലസ് കെ ക്യാപ്പ്. ഓക്കെ, ചെയ്യുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 8 മൈനസ് 3 പ്ലസ് 2 ദാറ്റ് ഈസ് 10 മൈനസ് 3 ദാറ്റ് ഈസ് 7 ജൂൾ എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇവിടെ ഈ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ചിലപ്പോൾ ഇവർ നമ്മൾ പറ്റിക്കാനായിട്ട് ഐയും ജെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ഒക്കെ ചെയ്ത് തരാൻ ചാൻസ് ഉണ്ട്. സോ ഐ കഴിഞ്ഞ് ജെ കഴിഞ്ഞ് കെ, ആ ഒരു ടേമുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. The work done by a force F vector equal to 2i cap plus 2j cap around the path OABCO as shown in the figure ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഫോഴ്സ് എക്സ് അല്ലേ, OA എന്ന് പറയുന്നതിൽ കേസിലുള്ള ഫോഴ്സ് ഐ ക്യാപ്പ് എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് 2 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് A മൈനസ് 0 ദാറ്റ് ഈസ് A ആണ്. പ്ലസ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നതും വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് 2 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് A മൈനസ് 0 ദാറ്റ് ഈസ് A ആണ്. അടുത്തത് ഇവിടെയും ഫോഴ്സ് +2 തന്നെ, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ മൈനസ് A വരും. 0 മൈനസ് A ദാറ്റ് ഈസ് മൈനസ് A. അടുത്തത് വരുമ്പോഴും 2 ഇൻറ്റു ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0 മൈനസ് A ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് A ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ. അവിടെ വാല്യൂ എന്ത് കിട്ടും? 0 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആൻസർ 3. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എ ഹെവി യൂണിഫോം ചെയിൻ ലൈസ് ഓൺ എ ഹൊറിസോണ്ടൽ ടോപ്പ്. അപ്പോൾ നമ്മളിത് ഹൊറിസോണ്ടൽ ടോപ്പാണെന്ന് കരുതുന്നു. എൽ ലെന്തുള്ള ഒരു ചെയിൻ ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട് കേട്ടോ. ഇഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ചെയിൻ ആൻഡ് ടേബിൾ ടോപ്പ് ഈസ് 0.4 then the maximum fraction of length of the chain that can hang over the edge of the table. അപ്പോൾ എൽ ലെന്തുള്ള ഒരു ചെയിൻ, അതിൽ കുറച്ച് ലെന്ത് താഴേക്ക് ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. ഈ ലെന്ത് എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൊത്തം ലെന്ത് അല്ല. സോ നമ്മളിപ്പോൾ എടുക്കുന്നു ഈ ഇതിൽ എൽ ലെന്തിൽ എക്സ് ലെന്താണ് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്നത്. സോ മുകളിലുള്ള മിച്ചമുള്ള ലെന്ത് എന്ന് പറയുന്നത് L - X എന്ന് എടുക്കാം.
സോ ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ചെയിനും ഇവരും ഈ ഒരു ഗ്രൗണ്ട് ടോപ്പും തമ്മിൽ അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അവരുടെ ഇടയിലുള്ള ആ ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഈ ഒരു ലെന്തിനെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ലെന്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് അല്ലേ. സോ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. ദാറ്റ് ഈസ് മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് നമുക്ക് കൊടുക്കാം. മ്യൂ എസ് ഇൻറ്റു എൻ അത് ഈസ് ഈക്വൽ ടു ആയിരിക്കും താഴേക്കുള്ള വെയിറ്റ് എന്ന് പറയുക. സോ നമുക്കൊരു കാര്യം ഇവിടെ നമുക്ക് എടുക്കാം. മൊത്തം ലെന്ത് എന്ന് പറയുന്നത് L ആണ്. ആ L ലെന്തിൻ്റെ മാസ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നു? M ആയിട്ട് എടുക്കുന്നു. L ലെന്തിൻ്റെ മാസ് M. സോ യൂണിറ്റ് ലെന്തിൻ്റെ മാസ് എന്ന് പറയുന്നത് M/L. യൂണിറ്റ് ലെന്തിൻ്റെ മാസ് എന്ന് പറയുന്നത് M/L ആയിട്ട് നമ്മൾ എടുക്കുന്നു. സോ എക്സ് ലെന്തിൻ്റെ മാസ് എന്ന് പറയുന്നത് യൂണിറ്റ് ലെന്തിൻ്റെ മാസ് ഇൻറ്റു എക്സാ. ദാറ്റ് ഈസ് യൂണിറ്റ് ലെന്തിൻ്റെ മാസ് M/L. ഇപ്പോൾ ഉള്ള ലെന്ത് എക്സാ. അപ്പോൾ താഴേക്കുള്ള മാസ് കിട്ടി. താഴേക്കുള്ള മാസ് ഇൻറ്റു ജി, താഴേക്കുള്ള വെയിറ്റ് കിട്ടി. ആ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ഇവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എസ് ഇൻറ്റു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. എൻ എഴുതുമ്പോൾ ഇവിടെയുള്ള എം വേണം. മൊത്തം എം ഇല്ല. L ലെന്തിൻ്റെ മാസാണ് M. ഇവിടെയുള്ള ലെന്ത് L-xേ ഉള്ളൂ. അപ്പം ഇവിടെയും മാസ് പെർ യൂണിറ്റ് ലെന്ത് ഇൻറ്റു L-x എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ടോട്ടൽ മാസ്സായി ഇൻറ്റു മ്യൂ എസ് ഇൻറ്റു എൻ M ഇൻറ്റു ജി എന്ന് നമുക്ക് കൊടുക്കാം. സോ M/L ജി ഒക്കെ കട്ട് ചെയ്തല്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്തോരം ലെന്ത് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്, എക്സിൻ്റെ ആ ഒരു ടേമാണ് നമുക്ക് വേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ ടു L മൈനസ് എക്സ് ഇൻറ്റു മ്യൂ എസിൻ്റെ വാല്യൂ 0.4 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 0.4L മൈനസ് 0.4x ആണ്. ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 1.4x ഇസ് ഈക്വൽ ടു 0.4L ആണ്. അല്ലെങ്കിൽ 14x ഇസ് ഈക്വൽ ടു 4L എന്നും എക്സ് ഇസ് ഈക്വൽ ടു 4/14 അല്ലെങ്കിൽ 2/7 L എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആയിരിക്കും. സോ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? എത്ര ലെന്താണോ ഹാങ് ചെയ്ത് കിടക്കുന്നത് ആ ഹാങ് ചെയ്ത് കിടക്കാൻ അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം അവിടെ കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. ഓക്കെ, ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ മ്യൂ എസ് ഇൻറ്റു എൻ എന്നെടുത്തു. മൊത്തം ലെന്തിൻ്റെ മാസ് M എന്നെടുത്തു. സോ യൂണിറ്റ് ലെന്തിൻ്റെ മാസ് കണ്ടുപിടിച്ചു. ഹാങ് ചെയ്തിരിക്കുന്ന മാസ് എത്രയാണെന്നും ഈ ടോപ്പിൽ കിടക്കുന്ന മാസ് എത്രയാണെന്നും ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When a spring is stretched by 1 centimeter, it stores energy 50 joule. If it is further stretched by 1 centimeter, the stored energy will be. അപ്പോൾ നമുക്കറിയാം 50 is equal to U is equal to half kx² ആണ് നമുക്കറിയാം. സോ 50 is equal to half k1² എന്ന് നമ്മൾ കൊടുക്കുന്നു. half k1². അടുത്തത് U ഡാഷ് ആണ് എനർജി എന്നിരിക്കട്ടെ. half k ആദ്യം 1 ഉണ്ടായിരുന്നു 1 സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് ഫർദർ സ്ട്രെച്ച്ഡ് ബൈ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം മൊത്തം 2 സെൻറ്റിമീറ്റർ ഉണ്ട്. ദാറ്റ് ഈസ് 2² എന്ന് നമുക്ക് കൊടുക്കാം. രണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്താൽ 50/U ഡാഷ് ഇസ് ഈക്വൽ ടു 1/4 എന്നും U ഡാഷ് ഇസ് ഈക്വൽ ടു 200 ജൂൾ എന്നും കിട്ടി. അപ്പോൾ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എത്രയാണ്? 200 ജൂള്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുക അഡീഷണൽ ആയിട്ട് എത്ര എനർജി കിട്ടി എന്ന് ചോദിച്ചാൽ ആദ്യം 50 ആണ്, ഇപ്പോൾ 200 ഉണ്ട്. സോ അഡീഷണൽ ആയിട്ട് കിട്ടിയ എനർജി എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് വന്നേനെ? 150 എന്ന് വന്നാനെ. ഇപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 200 ജൂൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എനർജി കൺസർവേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എ ബോഡി ഓഫ് മാസ് M ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് v0 towards a wall attached with a massless spring of spring constant K as shown in the figure. The maximum compression in the spring. എനർജി കൺസർവേഷൻ ആണ്. ബ്ലോക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്. ആ സ്പ്രിങ്ങിലേക്ക് ഇടിക്കുമ്പോൾ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. സോ ഈ കൈനറ്റിക് എനർജി ഫുള്ളായിട്ട് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർഡ് ആവുന്നത്. സോ ആ രണ്ട് എനർജിയുടെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. നമുക്കതിനെ ഇക്വേറ്റ് ചെയ്യാം. half kx².
ഹാഫ് കെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ നമുക്ക് ഹാഫ് കട്ട് ചെയ്ത് കളയാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബൈ കെ ഇൻറ്റു വി സ്ക്വയർ എന്നും അതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബൈ കെ ഇൻറ്റു വി എന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ക്വസ്റ്റ്യനിൽ V0 എന്നാണ് കാണിച്ചിട്ടുള്ളത്. സോ V0 എന്ന് നമുക്ക് കൊടുക്കാം. എം ബൈ വി അല്ല, എം ബൈ കെ, സോറി, ഇവിടെ എം ബൈ കെ. ഓക്കെ, റൂട്ട് ഓഫ് എം ബൈ കെ ഇൻറ്റു V0 എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ജസ്റ്റ് എനർജി കൺസർവേഷൻ മാത്രമാണ്. കൈനറ്റിക് എനർജി ഫുള്ളായിട്ട് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാം. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ, അവരെ ഇക്വേറ്റ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ 2 ചാപ്റ്ററും നിങ്ങൾക്ക് ഈ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് അറിയാം എന്ന് ഉറപ്പ് വരുത്തുക. സോ ഇതിൻ്റെ അപ്പുറത്തേക്കും കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തതേ ഉള്ളൂ. സോ എല്ലാവരും ഈ പോയിൻറ്റ്സുകളൊക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തുക. സോ നല്ല മിടുക്കരായിട്ട് പഠിക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.